അപ്പോൾ റിലീജിയന്റെ ക്രിറ്റിസിസത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു കാൾ മാർക്സ്. അദ്ദേഹം റിലീജിയനെ ഒപ്പിയം ഓഫ് ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. ഒപ്പിയം ഓഫ് ദ മാസസ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുള്ളത്. ഒപ്പിയം ഓഫ് ദ മാസസ്, അതായത് റിലീജിയൻ അഥവാ മതം എന്ന് പറയുന്നത് ആളുകളുടെ ലഹരി അഥവാ കറുപ്പെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് കാൾ മാർക്സിന് റിലീജിയനോടുള്ള ആ ഒരു വ്യൂ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് റിലീജിയൻ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ മാർക്സിന്റെ ക്രിട്ടിക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അദ്ദേഹം ജനിച്ച ആ ഒരു പീരീഡിനെ കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കണം. മാർക്സ് ജീവിച്ചിരുന്നത് 19th സെഞ്ച്വറിയിലാണ്. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ, സോഷ്യൽ ചേഞ്ച്, അതായത് ഈ കൂടുതൽ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, അതുപോലെ ടെക്നോളജിക്കലി ആൻഡ് സോഷ്യലി കുറെ ചേഞ്ചസ് വന്ന ടൈമായിരുന്നു. അർബണൈസേഷൻ, നാഗരികം എന്ന് പറയുന്നത്, അതായത് ഗ്രാമത്തിൽ നിന്ന് നഗരം കൂടുതൽ വളരാൻ തുടങ്ങിയ സമയം, അതുപോലെ തന്നെ സോഷ്യലി ആൾക്കാർ ചേഞ്ച് ആകാൻ തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ക്യാപിറ്റലിസവും വളരുകയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ് നേരിട്ട വലിയ പ്രശ്നങ്ങളാണ് ഇൻജസ്റ്റിസും ഇൻഇക്വാലിറ്റി. അപ്പോൾ ഇൻഇക്വാലിറ്റിയും ഈ ഇൻജസ്റ്റിസും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ റവല്യൂഷണറി ഐഡിയാസ് ഫോം ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് എക്സ്പ്ലോയിറ്റേഷനെയും ഏലിയേഷനും, അതായത് ചൂഷണത്തിന്റെയും അതുപോലെ തന്നെ ഈ അന്യവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്ന ഇതിന്റെയൊക്കെ ബേസിസിലാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ കണ്ടീഷൻസിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ മാർക്സ് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും റിലീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് അദ്ദേഹം റിലീജിയനെ കണ്ടത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചേഴ്സിന് അവിടെ നിലനിന്ന് വന്നിരുന്ന അധികാരത്തിന്റെ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് കാൾ മാർക്സ് റിലീജിയനെ കണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്കായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, റിലീജിയൻ ഇസ് ദ സൈ ഓഫ് ദ ഒപ്രസ്ഡ്, ദ ഹാർട്ട് ഓഫ് എ ഹാർട്ട്ലെസ് വേൾഡ് ആൻഡ് ദ സോൾ ഓഫ് സോൾലെസ് കണ്ടീഷൻസ്. ഇറ്റ് ഈസ് ഒപ്പിയം ഓഫ് ദ പീപ്പിൾ. അതായത് റിലീജിയൻ എന്ന് പറഞ്ഞാൽ താഴ്ത്തപ്പെട്ടവരുടെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ കാഴ്ചയും, അതുപോലെ തന്നെ ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയവും, സോളില്ലാത്ത ഒരവസ്ഥയുടെ സോളും എന്നാണ്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു തരം ലഹരിയാണ് എന്നാണ് കാൾ മാർക്സ് റിലീജിയനെ കുറിച്ച് പറയുന്നത്. ഇനി കാൾ മാർക്സ് ആർഗ്യൂ ചെയ്തൊരു കാര്യം, റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് കംഫോർട്ട് ഓഫ് ദ ഒപ്രസ്ഡ് ആണ്. അതായത് അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു വ്യാജമായ കംഫോർട്ട് സോണാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരു കംഫോർട്ട് സോണാകും. അവിടെ നമ്മൾ വളരെയധികം പ്രൊട്ടക്റ്റഡും നമ്മൾ സേഫാണോ നമുക്ക് തന്നെ തോന്നുന്ന ഒരു സ്ഥലമാണത്. പക്ഷേ ഫോൾസ് കംഫോർട്ടാണ്, അതായത് അടിച്ചമർത്തപ്പെട്ടവരെ അവർക്ക് കംഫോർട്ടാണെന്ന് അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് റിലീജിയനെ പറയുന്നത്. അത് ശരിക്കുള്ള മെറ്റീരിയൽ കണ്ടീഷൻസിൽ നിന്ന് ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യും. മാർക്സിന്റെ ക്രിട്ടിക് ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ബേസ് ചെയ്തിരിക്കുന്നത് ഐഡിയ ഓഫ് ഏലിയനേഷനിലാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഈ റിലീജിയൻ എന്ന് പറയുന്നത് അവരിൽ നിന്ന് അവരെ തന്നെ, അതായത് നമ്മുടെ ട്രൂ സെൽഫിൽ നിന്ന് നമ്മളെ ഏലിനേറ്റ് ചെയ്യും. അതോടൊപ്പം റിലീജിയൻ ഫോൾസ് ബിലീഫ് ക്രിയേറ്റ് ചെയ്യുകയും ഈ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മളെ ചൂഷണം ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ ഹൈഡ് ചെയ്ത് വയ്ക്കുക, ആ ഒരു റിയാലിറ്റിയെ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ആഫ്റ്റർ ലൈഫിൽ, അതായത് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സാൽവേഷൻ, മുക്തി കിട്ടും എന്ന് പറഞ്ഞ് ആൾക്കാരെ, അതായത് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് ഈ ഇൻജസ്റ്റിസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഒരു എന്താ പറയാ, അവിടെ ആ ചട്ടക്കൂട്ടിനകത്ത് നിർത്തുകയാണ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം ആ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സ്റ്റാറ്റസ് ഇക്കോ നിലനിർത്താനും റവല്യൂഷണറി ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നായിരുന്നു മാർക്സിന്റെ റിലീജിയൻ. മാർക്സിന്റെ ക്രിറ്റിസിസം ഓഫ് റിലീജിയൻ എന്ന് ബേസ് ചെയ്തിരിക്കുന്നത്
ക്യാപിറ്റലിസത്തിൻ്റെ ഒരു അനാലിസിലാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസും ഇന്നും ഈ മോഡേൺ സൊസൈറ്റിയിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളതാണ്. എക്കണോമിക് ഇൻഇക്വാളിറ്റി ആയാലും സോഷ്യൽ ഡിവിഷൻസ് ആയാലും റിലീജിയൻ ഒരു മെയിൻ പവർഫുൾ സോഴ്സ് ആയിട്ട് നിൽക്കുന്നതായാലും എല്ലാം നമ്മുടെ ബിലീഫിനെയും വാല്യൂസിനെയും എല്ലാം ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയ ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഇന്നും വളരെ എന്താ പറയുക, ഇപ്പോഴും സൊസൈറ്റിയിൽ സ്ട്രെസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്.